തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നേതാക്കൾ പണം തട്ടിയെടുത്തതായി പരാതിപ്പെട്ട് കോതമംഗലത്ത് BJP ഓഫീസിന് മുന്നിൽ കുടുംബം സമരം നടത്തി. ഓൺലൈൻ വ്യാപാര കേസ് ഒത്തുതീർക്കാൻ എന്ന പേരിൽ ലക്ഷ്യങ്ങൾ കോതമംഗലത്തെ BJP നേതാക്കൾ തട്ടിയതായി പരാതിയുമായിട്ടാണ് ഒരു കുടുംബം സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ആത്മഹത്യാ ഭീഷണിയുമായി ചേലാട് സ്വദേശി കോതമംഗലം BJP ഓഫീസിന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തു. കേസ് ഒത്തുതീർപ്പിന് BJP നേതാക്കൾ വാങ്ങിയ പണം തിരികെ ആവശ്യപ്പെട്ട് BJPയുടെ കോതമംഗലം വീപ്പനാട്ട് ബിൽഡിംഗിലെ ഓഫീസിന് മുന്നിൽ ആത്മഹത്യാ ഭീഷണിയുമായിട്ടാണ് കുടുംബം തിങ്കളാഴ്ച രാവിലെ എത്തിയത്. ഓൺലൈൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചേലാട് ആറ്റുപുറത്ത് AM ജോർജിന്റെ മകൻ ഉൾപ്പെടെ പരാതി പരിഹരിക്കുന്നതിന് BJP നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി TS സുനീഷ് എന്നിവർ പലപ്പോഴായി 10,58,000 രൂപ വാങ്ങിയെന്നാണ് ജോർജിന്റെ ആരോപണം. മകന്റെ പേരിൽ ഇനി വേറെ കേസെടുക്കും, നിങ്ങളെ വീട് കയറി ആക്രമിക്കും എന്നുള്ള നിലയിൽ, RSSനെ കൊണ്ട് വീട് കയറി ആക്രമിക്കും എന്ന നിലയിലൊക്കെ ഇവരെന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. എനിക്ക് ജീവിക്കാൻ നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. സാമ്പത്തികമായ ഒരു മാസം എനിക്ക് 10,50,000 രൂപ ഇപ്പൊ പലിശ കൊടുക്കാനും ലോൺ അടയ്ക്കാനും ഒക്കെ ആയിട്ട് വേണ്ടി വരുന്ന സാഹചര്യം. അരി മേടിക്കാൻ പോലും നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നിക്കക്കളിയില്ല. എനിക്ക് വേറെ കേസ് തീർക്കുന്നതിനായി സനൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വഴിയാണ് BJP നേതാക്കൾക്ക് പണം കൈമാറിയതെന്ന് ജോർജ് പറഞ്ഞു. എന്നാൽ കേസ് തീർപ്പാക്കാതെ വീണ്ടും മറ്റൊരു കേസ് വരികയും ചെയ്ത സാഹചര്യത്തിൽ ജോർജ് നേരിട്ട് 5 ലക്ഷം രൂപ നൽകി കേസ് ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തനിക്ക് നഷ്ടമായ 10,58,000 രൂപ തിരികെ ലഭിക്കണമെന്ന് ഇവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ നവംബർ മുതൽ BJP സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് കുടുംബം പറഞ്ഞു. ജനുവരി 16 മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കയ്യിൽ പെട്രോളുമായി തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ കോതമംഗലത്തെ BJP ഓഫീസിന് മുന്നിൽ ജോർജും ഭാര്യ ജിൻസിയും ബന്ധുവും BJP വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റുമായ എൽദോസും എത്തിയത്. എൽദോസാണ് പ്രശ്നപരിഹാരത്തിന് BJP നേതൃത്വവുമായി ജോർജിനെ ബന്ധപ്പെടുത്തിയത്. ഇവർ എത്തുമ്പോൾ ഓഫീസ് പരിസരത്തുണ്ടായിരുന്ന BJP നേതാക്കൾ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. 1 മണിക്കൂറിലേറെ നേരം BJP ഓഫീസ് പരിസരത്ത് കുത്തിയിരുന്ന ജോർജിനെയും കുടുംബത്തെയും കോതമംഗലം പോലീസ് എത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഭൂമി പണയപ്പെടുത്തിയും അയൽക്കാരിൽ നിന്ന് സ്വർണം കടം വാങ്ങിയുമാണ് ഇത്രയും തുക കണ്ടെത്തിയതെന്നും മാസം തോറും 1,00,000-ലേറെ രൂപ പലിശ നൽകാൻ മാത്രം കണ്ടെത്തേണ്ട സാഹചര്യമാണെന്നും ഇതിന് നിർവാഹമില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി രംഗത്ത് വരേണ്ടി വന്നതെന്ന് ജോർജ് പറഞ്ഞു. എന്നാൽ സംഭവത്തെക്കുറിച്ച് കോതമംഗലത്തെ BJP നേതാക്കൾ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.